ശബരിമല വെർച്വൽ ക്യൂ ബുക്കിംഗ് നവംബർ 1 മുതൽ ആരംഭിക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിക്കുന്നതോടെ ദിനം പ്രതി 90,000 പേർ ദർശനത്തിനുള്ള അവസരം ലഭിക്കും. ഡി ബിനോയ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, ഇനിയിപ്പോൾ മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങളില്ല. നവംബർ പകുതിയോടുകൂടി വൃശ്ചികം ആരംഭിക്കും. അപ്പോൾ വെർച്വൽ ബുക്കിങ്ങിനുള്ള നടപടികളുമൊക്കെ നവംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. ഇത്തവണ തിരക്ക് കൂടുമെന്നുള്ള നിഗമനം ഒക്കെ തന്നെയാണ്. എല്ലാ കൊല്ലവും അത്തരത്തിൽ തിരക്ക് കൂടി വരികയാണ്. ഇത്തവണ തിരക്ക് കൂടുകയാണ് എന്നുള്ളതും കൂടിയാണ്. വെർച്വൽ ബുക്കിങ്ങിനുള്ള നടപടികൾ നവംബർ 1-നാണ് ആരംഭിക്കുന്നത്, അല്ലേ? നവംബർ 1 മുതലാണ് ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് തുടങ്ങുന്നത്. 70,000 പേർക്ക് ഓൺലൈനായും 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനത്തിനുള്ള അവസരം തേടാം. നിലവിലെ സാഹചര്യത്തിൽ നവംബർ 1-ന് തന്നെ സ്പോട്ട് ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങും. സ്പോട്ട് ബുക്കിംഗ് ദർശനത്തിന് വരുന്ന ആ ദിവസം പമ്പയിലും ഒപ്പം തന്നെ നിലയ്ക്കലും, അത് കൂടാതെ ഈ കരിമല വഴി വരുന്നവർക്ക് എരുമേലിയിലും, അതുപോലെ തന്നെ പുല്ലുമേട് വഴി വരുന്നവർക്ക് സത്രത്തിലും, ഇങ്ങനെ 4 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങൾ പിന്നീട് തീർത്ഥാടകരുടെ തിരക്കനുസരിച്ച് തീരുമാനിക്കും. ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളിലും സ്പോട്ട് ബുക്കിങ്ങിനുള്ള അവസരം നൽകും. അത് തീർത്ഥാടകരുടെ തിരക്കനുസരിച്ചായിരിക്കും അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാവുക. അതേസമയം വെർച്വൽ ക്യൂ ബുക്കിംഗ് നവംബർ 1-ന് തന്നെ തുടങ്ങും. ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി 70,000 പേർക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടാക്കും. കൃത്യമായ സമയക്രമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ശബരിമല സന്നിധാനത്ത് വലിയ തരത്തിൽ തിക്കും തിരക്കുമില്ലാതെ തന്നെ എല്ലാവർക്കും സുഖദർശനത്തിനുള്ള അവസരം കിട്ടും എന്നാണ് ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ളത് അരവണയാണ്. അരവണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അരവണയ്ക്ക് ചില സമയഘട്ടങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഇത്തവണ നട തുറക്കുമ്പോൾ മുതൽ തന്നെ 50 ലക്ഷം ടിൻ അരവണ കരുതൽ ശേഖരമായിട്ടുണ്ടാകും. 15 ലക്ഷം പാക്കറ്റ് അപ്പവും ഉണ്ടാകും, ഉണ്ണിയപ്പവും ഉണ്ടാകും. ഇങ്ങനെയാണ് ആ ക്രമീകരണങ്ങൾ. അതുകൊണ്ട് തന്നെ അരവണയ്ക്ക് യാതൊരു കാരണവശാലും ഉണ്ടാകില്ല എന്നും ദേവസ്വം മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കാരണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരവണയുടെ കാര്യത്തിൽ യാതൊരു കാരണവശാലും കുറവുണ്ടാകരുതെന്ന നിർദ്ദേശം ഈ ജീവനക്കാർക്ക്, ദേവസ്വം ജീവനക്കാർക്കും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് നേരത്തെ ആക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ തരത്തിലൊക്കെ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് സാധാരണഗതിയിൽ നവംബർ 1-ന് തന്നെയാണ് തുടങ്ങുന്നതെന്ന് മന്ത്രി തന്നെ പറയുകയും ചെയ്തു. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി 5 വലിയ ജർമ്മൻ മോഡൽ പന്തലുകൾ നിർമ്മിക്കും. സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്ത് തിരക്ക് കൂടുമ്പോഴേക്കും തീർത്ഥാടകരെ നിയന്ത്രിച്ച് നിർത്തുന്നത് പമ്പയിലാണ്. അവർക്ക് ചൂടും മഴയും ഒന്നും കൊള്ളാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകതരം പന്തൽ ഒരുക്കുന്നത്. ആ പന്തൽ വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പന്തലിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന വഴിക്ക് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, അതായത് നീലിമല, അപ്പാച്ചിമേട് തുടങ്ങിയ സ്ഥലങ്ങളിലും പമ്പയിലും സന്നിധാനത്തും കാർഡിയോളജി സെന്ററുകൾ ഉണ്ടാവും. അവിടെ ഹൃദ്രോഗ വിദഗ്ധരുടെ സഹായം ലഭ്യമാവും. ഇതുകൂടാതെ പ്രാഥമിക ചികിത്സകൾ നൽകുന്നതിന് വേണ്ടിയും മറ്റുമായി ഓക്സിജൻ പാർലർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ചരൽമേട്ടിലും, അതായത് സ്വാമിയപ്പൻ റോഡ് വഴി പോകുമ്പോൾ ചരൽമേട്ടിലും ഒരു കാർഡിയോളജി സെന്റർ ഉണ്ടാവും. അവിടെയും ഒക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ സഹായത്തിനായി ഇത്തരം ഓക്സിജൻ പാർലറുകൾ ഉണ്ടാവും. കുടിവെള്ളത്തിന്റെ കാര്യമാണ് പ്രധാനമായും എടുത്തിരിക്കുന്നത്. ഇപ്പോഴും 24 മണിക്കൂർ സമയവും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പമ്പ, നിലയ്ക്കൽ, ഒപ്പം ശബരിമല സന്നിധാനം എന്നിവിടങ്ങളിൽ ക്രമീകരിക്കും. ഇതിന് ജലവിഭവ വകുപ്പിനാണ് ചുമതല നൽകിയിട്ടുള്ളത്. ഒപ്പം ഔഷധ വെള്ളം പമ്പയിലും സന്നിധാനത്തും ലഭ്യമാക്കും. ഇത് കൂടാതെ നിലയ്ക്കൽ, അതുപോലെ തന്നെ പുല്ലുമേട് വഴി വരുന്നവർക്ക് സത്രം, ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കും. ഏറ്റവും കൂടുതൽ സഹായം ലഭിക്കുക പരമ്പരാഗത കാനനപാത കരിമല വഴി എരുമേലിൽ പേട്ടതുള്ളി വരുന്നവർക്കാണ്. അവർക്കും ഇതുപോലുള്ള സംവിധാനങ്ങൾ കരിമലയിൽ ഒരുക്കുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ ശുചീകരണത്തിന്റെ കാര്യത്തിലാണ്. ശുചീകരണത്തിന്റെ കാര്യത്തിൽ തീർത്ഥാടകർ തങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും ശുചീകരണ തൊഴിലാളികളെ നിയമിക്കും.
ഇതിന്റെ ചുമതല പത്തനംതിട്ട ജില്ലാ കളക്ടർക്കും കോട്ടയം ജില്ലാ കളക്ടർക്കുമാണ്. ഒപ്പം അവിടെയെല്ലാം കുടിവെള്ളം ലഭ്യമാക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകും. അതുപോലെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത് KSRTC ബസ്സുകളുടെ ക്രമീകരണമാണ്. പമ്പ നിലയ്ക്കൽ KSRTC ചെയിൻ സർവീസ് കാര്യക്ഷമമായി നടപ്പിലാക്കും. ഒപ്പം ദീർഘദൂര സർവീസുകളും തീർത്ഥാടന കാലം തുടങ്ങുമ്പോൾ തന്നെ ആരംഭിക്കും എന്നുള്ള വിവരമാണ് നാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതര സംസ്ഥാനങ്ങളിലേക്കും പമ്പയിൽ നിന്നും തീർത്ഥാടകർക്ക് പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതുപോലെ പമ്പ സ്നാനത്തിന് വേണ്ടിയുള്ള അവസരമാണ്. പമ്പയിലെ ജലനിരപ്പ് ക്രമീകരിക്കും. ഇതിനു വേണ്ടി പത്തനംതിട്ട ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും തീർത്ഥാടകർക്ക് കുളിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കും. നിലവിലെ സാഹചര്യത്തിൽ ക്രമീകരണങ്ങളിൽ വലിയ സംതൃപ്തിയുണ്ടെന്ന് മന്ത്രി തന്നെ പറഞ്ഞു. പ്രത്യേകിച്ചും രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിലയ്ക്കലുമൊക്കെ തന്നെ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിയത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടതായിട്ടില്ല എന്നാണ് നമുക്ക് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ശരി, മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഭക്തർക്ക് മികച്ച സുഗമമായൊരു സന്നിധാന ദർശനം ഒരുക്കുന്നതിനായി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗ് നവംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.